ഹായ് ഓൾ, എല്ലാവരും ഉത്രാട സദ്യയെല്ലാം കഴിച്ച് ക്ഷീണിച്ചിരിക്കലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം ഒരു 4-4:30 എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ക്ലീനിങ് വർക്കിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ 4-4:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അതുകൊണ്ട് തന്നെ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ വേറെ പായസമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം സുനിയേട്ടനൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു മൂഡ് വന്നു കഴിഞ്ഞാൽ ആൾ അടുക്കളയിൽ കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവേ. അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പഴം ചേർത്തിട്ടുണ്ട്, പിന്നെ കിവി ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അനാറുണ്ട്, പിന്നെ ആപ്പിളും ഉണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളത് കൊണ്ട് ഫ്രൂട്ട് സലാഡിൻ്റെ ആ ഒരു കറക്റ്റ് കളർ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതെല്ലാം ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കസ്റ്റാർഡ് പൗഡർ ചേർക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്കിനി കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രഷ് ക്രീം ഇതിൽ ചേർക്കുക എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. നമുക്കിപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് ചേർത്തു. എന്തെല്ലാം ചേർക്കുക എന്തെല്ലാം ചേർക്കാത്തതെന്ന് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് അതെല്ലാം അങ്ങ് ചേർത്തു കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ വന്നിട്ട് മിൽക്ക് മെയ്ഡെല്ലാം എടുത്ത് കൊണ്ടുപോകാനെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം ഇതാ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചേർക്കുമ്പോൾ സുനിയായിട്ട് ചോദിക്കുന്നുണ്ട് മതിയോ എന്ന് ചേർത്തത് മതിയോ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനും മീനോട്ടിയും പറഞ്ഞു പോരാ കുറച്ചും കൂടി വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ മിൽക്ക് മെയ്ഡെല്ലാം നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഇതുവരെ ഇത് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ഉള്ളത് കൊണ്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ഉത്രാടായിട്ട് പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് അതിൻ്റെ മേലെ കുറച്ച് ടോപ്പിംഗ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഉത്രാട വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, ടാറ്റ. എല്ലാവർക്കും ഓണാശംസകൾ.